ഇനി അല്പസമയം നമുക്ക് പങ്കുവയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ കേട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഒരു പുതിയ അർത്ഥം കാണുന്നുണ്ടാകും. ഒരുപക്ഷെ ഇതെല്ലാം നമ്മളോടും കർത്താവിനും പറഞ്ഞു തന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് മനസ്സിലായില്ല, എന്നാൽ ഇപ്പോൾ മനസ്സിലാവുന്നു. കൂടാതെ ഈ ധ്യാനത്തിൽ കിട്ടിയ ബോധ്യങ്ങളും എല്ലാം പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ഇതിലൂടെ കർത്താവ് എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മളെ ചോദിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും. വരുമേ. എൻ്റെ പേര് എബ്രഹാം. ഞാൻ 3-4 സങ്കീർത്തനങ്ങൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. 4-5 വർഷമായിട്ട് ഞാൻ ചൊല്ലുന്നതാണ്. പക്ഷേ ചൊല്ലി ഒരു പകുതി ആയിക്കഴിഞ്ഞാൽ ഒന്ന് ഞാൻ നിർത്തിപ്പോയെങ്കിൽ രണ്ടാമത് കൊല്ലം ഞാൻ എന്താ വെരിവിങ്ങാണ്ട് സ്റ്റാർട്ടായി. അല്ലെങ്കിൽ ഇടയ്ക്കുന്നൊരു വാചകം പറഞ്ഞിട്ടായി ഇതിൻ്റെ കണ്ടിന്യൂസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അയക്കണമാണ്. അത്രയുള്ള എൻ്റെ മമ്മാരി പവർ. ഇവിടെ വന്നിട്ട് ഇത്രയും സങ്കീർത്തനങ്ങൾ ഇവർ 3 പേരും യാതൊരു കൺഫ്യൂഷനില്ലാതെ എടുത്തിട്ട് അമ്മാനും പാടുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി സംതിങ് സൂപ്പർ നാച്ചുറൽ പവർ. അപ്പോഴേ ജീസസ് വണ്ടർ കണ്ടു, സങ്കീർത്തനം വണ്ടർ ഇപ്പോഴാണ്. പിന്നെ നമ്മുടെ തിരക്കത്താൽ കഴിഞ്ഞുള്ള പാട്ട് എനിക്ക് ഇഷ്ടമായി. ഇപ്പം ബ്രദർ പറഞ്ഞപ്പോൾ നിർത്തേണ്ടി വന്നു. ഒരു 5-6 വർഷം മുമ്പ് ബ്രദറിന് എനിക്ക് വചനം തന്നെ. അത് ബ്രദറിൻ്റെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടായി. ഒരു ക്രിമിനൽ അറ്റാക്ക് ചെയ്തപ്പോഴേ അവർ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് വചനം. ഇഫ് ഗോഡ് ഈസ് ഫോർ us, who can be against us? ദൈവം നമ്മുടെ പക്ഷത്തിൽ ആരും നമ്മൾക്ക് എതിർ നിൽക്കും. അത് ഞാനൊരു ടേബിളായിട്ട് ഉണ്ടാക്കുന്ന ടേബിളാണ്. അത് ബ്രാസ് പ്ലേറ്റിൽ അത് എൻഗ്രേവ് ചെയ്തിട്ട് ഒരു സൈഡിൽ ആവതും മറുവശത്ത് നീ ലോകം മുഴുവൻ കഴിയാതെ ആത്മാവ് നഷ്ടപ്പെട്ട അതിന് എന്ത് പ്രയോജനം ആവതിന് വേണ്ടി ടേബിൾ വെച്ചത്. അപ്പോൾ ആൾക്കാർ ഇഷ്ടംപോലെ അവിടെ വരും. വന്നിട്ട് ചിലർ അത് ഉറക്കെ വായിക്കുമ്പോൾ ഞാൻ തിരിച്ചു വെച്ചു മറ്റേ സൈഡ് വായിക്കും. അങ്ങനെ 5 വർഷം എൻ്റെ ടേബിളിൽ നിന്നു. പല സാഹചര്യം കണ്ടുണ്ടായി. ആൾക്കാർ ചൂടായി വരുമ്പോൾ ഇത് വായിച്ചു കഴിയുമ്പോൾ വിഷയം മാറ്റുന്നില്ലെങ്കിൽ തണുത്തു പോകുന്നുണ്ട്. ഇത് 5 വർഷമായിട്ട് കിടന്നു. ഞാൻ കഴിഞ്ഞ ജൂലൈ റിട്ടയറായി പോയപ്പോൾ ഞാൻ ആ ടേബിളിൽ തന്നെ വെച്ചിട്ട് പോന്നു. അപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ നവംബറിൽ തിരിച്ചു വന്നപ്പോൾ അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ പുതിയ ടേബിൾ ആലിരിപ്പുണ്ട്, പക്ഷേ അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതെന്നും ഓഫീസ് പോയി തൂത്തുടച്ച് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇനി ചിലപ്പം ഞാൻ മാർച്ച് ഏപ്രിൽ പോകുമ്പോൾ ഒന്നുകൂടെ നോക്കണം, അത് യൂസ് ചെയ്യാൻ അങ്ങനെ എടുത്തുകൊണ്ട് പോകും. Praise the Lord.